കാളപ്പെട്ടെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്നത് ദൃശ്യമാധ്യമങ്ങളടക്കം എല്ലാ വാർത്താ സ്രോതസ്സുകളുടെയും സ്ഥിരം പരിപാടിയാണ്. റേറ്റിംഗിന് പുറകെ പായുമ്പോൾ ലഭിച്ച വാർത്തയുടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ മനഃപൂർവ്വം തയ്യാറാവാത്തതാണോ എന്നുപോലും സംശയിച്ചു പോകും. പടച്ചുവിടുന്ന വാർത്തകളിലെ നേരിനെ പറ്റി ആലോചനയില്ല എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് MLA ഉമാ തോമസിനുണ്ടായ അപകടം. സംഭവം നടന്ന ഉടൻ മുഖ്യധാരാ ദൃശ്യമാധ്യമങ്ങൾ വേദി തകർന്ന് MLA വീണു എന്ന തരത്തിൽ എക്സ്ക്ലൂസീവ് വാർത്തകളാണ് അന്ന് നൽകിയത്. തീർത്തും തെറ്റായ വാർത്ത ആളുകളിലേക്ക് എത്തിച്ച് സത്യത്തെ മണ്ണിട്ട് മൂടിയ അവസ്ഥ. സ്റ്റേജ് നിർമ്മാണത്തിലെ പിഴവാണോ അപകടമുണ്ടാക്കിയത്, അതോ സംഘാടകരുടെ പിഴവാണോ? ശരിക്കും ഉമാ തോമസ് സ്റ്റേജ് തകർന്നു വീണ് അപകടത്തിൽപ്പെട്ടതാണോ, അതോ ആരെങ്കിലും MLAയെ തള്ളിയിട്ടതാണോ? അപകടത്തിന്റെ യഥാർത്ഥ വീഡിയോ ദൃശ്യം ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് നടന്നതെന്ന് നമുക്ക് ഇഴകീറി പരിശോധിക്കാം. ഭാഗം 1. പുറകിൽ നിന്ന് വേദിയുടെ മുൻനിരയിലേക്ക് നടന്നുവരുന്ന ഉമാ തോമസ് MLA. ഒരു MLA ആയിട്ട് കൂടി യാതൊരു സെക്യൂരിറ്റി സംവിധാനവും ഇവരുടെ ഒപ്പമില്ല എന്നത് വീഡിയോയിൽ കാണാം. ഭാഗം 2. അവിടെയുണ്ടായിരുന്ന അതിഥികളോട് സംസാരിച്ച ശേഷം ഉമാ തോമസ് മുൻനിരയിലിരിക്കുന്നു. ഭാഗം 3. സംഘാടകരിൽ ഒരാൾ കമ്മീഷണറുടെ സമീപത്തേക്ക് മാറിയിരിക്കാൻ ഉമാ തോമസിനോട് ആവശ്യപ്പെടുന്നു. ഭാഗം 4. അവർ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നു. ഭാഗം 5. സമീപമുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീ പിൻനിരയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് കാണാം. ഭാഗം 6. ഈ സമയം സ്ത്രീക്ക് വഴി നൽകാൻ MLA പിന്നിലേക്കായുന്നു. ഭാഗം 7. പിന്നിലേക്കായുന്ന MLAയെ കമ്മീഷണർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും MLA 15 അടി താഴ്ചയിലേക്ക് പതിക്കുന്നു. ഭാഗം 8. ഈ സ്റ്റേജിന്റെ മുൻഭാഗം ശ്രദ്ധിക്കുക. സാധാരണഗതിയിൽ ഇത്തരത്തിൽ പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കുമ്പോൾ വേദിയുടെ അരികിൽ നിന്നും മിനിമം 6 അടി സ്ഥലം ഒഴിച്ചിട്ട ശേഷം മാത്രമായിരിക്കും മുൻനിര അതിഥികൾക്കുള്ള കസേരകൾ സ്ഥാപിക്കുക. എന്തെന്നാൽ സുരക്ഷ കണക്കിലെടുത്ത് ഏതെങ്കിലും കാരണവശാൽ ഒരാൾ മറിഞ്ഞു വീഴുകയാണെങ്കിൽ വേദിക്ക് താഴെ നിലം പതിക്കാതിരിക്കുന്നതിനായാണ് സാധാരണ ഇത്രയും സ്ഥലം നടപ്പാതയായി ഒഴിച്ചിടുന്നത്. ഇവിടെ ഉമാ തോമസ് ഇരുന്ന കസേരയും മുൻനിരയിലെ നടപ്പാതയുടെ വീതിയും തമ്മിൽ 2 അടി പോലുമില്ല എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. ഇവിടെ യഥാർത്ഥ കുറ്റവാളികൾ സ്റ്റേജിൽ ക്രമീകരണം നടത്തിയ സംഘാടകരാണ്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ സ്റ്റേജ് നിർമ്മിച്ച ആളിനെ കുറ്റപ്പെടുത്തിയത്? ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ നീക്കം? സ്റ്റേജിന്റെ മുൻനിരയിൽ 6 അടി വീതിയിൽ ഒരു നടപ്പാത ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഉമാ തോമസ് പ്ലാറ്റ്ഫോമിൽ നിന്ന് താഴേക്ക് നിലം പതിക്കില്ലായിരുന്നു. കാൽ വെക്കാൻ പോലും ഇടമില്ലാത്ത മുൻഭാഗത്തെ സ്ഥലക്കുറവ് അപകട സാധ്യത കൂട്ടി. അത്രയും ഉയരമുള്ള VIP സ്റ്റേജിന് എന്തുകൊണ്ട് ഹാർഡ് ബാരിക്കേഡ് നൽകാൻ ഭാരവാഹികൾ ശ്രദ്ധിച്ചില്ല? പരിപാടി തുടങ്ങുന്നതിനു മുൻപ് പോലീസ് അടക്കം വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് സുരക്ഷാ ഇൻസ്പെക്ഷൻ നടത്തിയില്ല? ഒരു MLA ആയിരുന്നിട്ട് പോലും ഇരുന്ന സ്ഥാനത്ത് നിന്ന് എന്തിനു വേണ്ടി മാറിയിരിക്കാൻ ആവശ്യപ്പെട്ടു? നൃത്ത പരിപാടിയിൽ കോടികളുടെ ലാഭമുണ്ടാക്കിയ സംഘാടകർക്ക് സ്റ്റേജിൽ ബാരിക്കേഡ് വെച്ച് അതിഥികൾക്ക് വേണ്ട സുരക്ഷ ഒരുക്കാൻ കൂടി പറ്റിയില്ല എന്നത് തന്നെ വലിയ അനാസ്ഥയാണ്. ഉമാ തോമസ് വീഴുന്നത് കണ്ടിട്ടും വലിയ ഭാവമാറ്റമില്ലാത്തവരെയും വേദിയിൽ കാണാം. സുരക്ഷയ്ക്ക് പോലും മുൻഗണന നൽകാതെ സംഘാടകർ പണത്തിനു വേണ്ടി മാത്രം നടത്തിയ പരിപാടിയെന്ന് വളരെ വ്യക്തമാണ്. പോകെ പോകെ നടന്ന അപകടത്തെ ഒഴിവ് കഴിവ് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന കമ്പനി CEO തൊട്ട് ഇങ്ങോട്ടുള്ള സംഘാടകരുടെ മുടന്തൻ പ്രതികരണങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. പരിപാടി സംഘടിപ്പിച്ച സംഘാടകരുടെ അനാസ്ഥ കാരണമുണ്ടായ അപകടത്തെ വ്യാഖ്യാനിച്ച് അത് സ്റ്റേജ് നിർമ്മാണത്തിലെ തകരാറാണെന്ന് മാത്രം പറഞ്ഞൊരു പഴിചാരൽ ഈ അപകടത്തിൽ നടന്നു. സംഘാടകരുടെ തീരുമാനമനുസരിച്ചാണ് VIP സ്റ്റേജ് നിർമ്മാണം തൊട്ട് പരിപാടിക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നത്. സ്റ്റേജിൽ മറ്റൊരാൾക്ക് നിന്ന് തിരിയാൻ പോലും ഇടമില്ലാത്ത രീതിയിൽ കസേരകൾ കുത്തി നിറച്ചാണ് സ്റ്റേജ് ക്രമീകരിച്ചത്. ഉമാ തോമസിന് അപകടം സംഭവിച്ചപ്പോൾ വേദിക്ക് സമീപം അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വൈദ്യസഹായം പോലും ആ സമയത്തുണ്ടായിരുന്നില്ല. അത്രയും ജാഗ്രത കുറവോടെയാണ് ഭാരവാഹികൾ സ്റ്റേഡിയത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. ഡിസംബർ 29 വൈകുന്നേരം 6 മണിയോടെ നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനത്തിനിടെയാണ് അപകടം നടന്നത്. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ ഇരിക്കുകയായിരുന്ന VIP വേദിയിൽ നിന്നാണ് MLA താഴേക്ക് വീണത്. വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് വ്യാപക ആരോപണങ്ങളാണ് നിലവിൽ ഉയർന്നു വന്നത്. അപകടത്തിനു പുറമെ നടത്തിയ നൃത്ത പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയെന്ന ആരോപണം ശക്തമാണ്. മൃദംഗനാഥം എന്ന പേരിൽ സംഘടിപ്പിച്ച നൃത്ത പരിപാടിയുടെ മറവിൽ നടന്ന വലിയ തട്ടിപ്പിന്റെ കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. MLA ഉമാ തോമസിന് നടന്ന അപകടത്തിൽ ആരുടെ ഭാഗത്താണ് പിഴവ് എന്നത് ഇനി പ്രേക്ഷകർ പറയട്ടെ. സജി ചെറിയാനെ പോലുള്ള മന്ത്രിമാരും MLAമാരും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് പോലീസ് സുരക്ഷാ പരിശോധന നടത്തിയില്ല?
ഒരുപക്ഷെ മന്ത്രി സജി ചെറിയാനാണ് വീണിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഏതാനും മാസങ്ങൾക്ക് മുൻപല്ലേ ഇതേ എറണാകുളത്ത് 5 വിദ്യാർത്ഥികൾ തിക്കിലും തിരക്കിലും പെട്ട് ചതഞ്ഞു മരിച്ചത്? എന്നിട്ടും നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ പാഠം പഠിച്ചില്ലേ?